കുട്ടികൾക്കുള്ള അടിസ്ഥാനപരമായ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ടാവണം നമ്മളെ കുട്ടികളെ വളർത്തുന്നത്. റസൂൽ അങ്ങനെയല്ലേ പറഞ്ഞാൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞു. ഉമ്മമാരുടെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം. എന്നതിൻ്റെ അർത്ഥം ഉമ്മമാരുടെ കാലിൻ്റെ ചോട്ടിൽ സ്വർഗം തന്നാൽ ഉമ്മാൻ്റെ കാലിൻ്റെ ചോട്ടിൽ സ്വർഗം പണി നിൽക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഉമ്മമാരെ നിങ്ങൾ വിശുദ്ധവതികളാവണം എന്നാ, നല്ല ഉമ്മമാരാവണം. നിങ്ങളാണ് നിങ്ങളെ കുട്ടികളെ നിയന്ത്രിക്കേണ്ടവർ. ഉമ്മമാർ മാത്രമല്ല, വാപ്പന്മാരും നല്ലവരാവണം. പക്ഷെ ഉമ്മമാരുടെ സ്വഭാവത്തിനോടായിരിക്കും കുട്ടികൾ അധികം പിൻപറ്റുക. അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ നന്നാവണം, അതുപോലെ ഉപ്പമാരെ നിങ്ങളും നന്നാവണം എന്നാണ്. എന്നിട്ട് നിങ്ങളെ പിൻപറ്റിക്കൊണ്ട് കുട്ടി വളർന്നു വന്നാൽ ആ കുട്ടി സ്വർഗത്തിലേക്കായിരിക്കും. അതാണ് ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ. ഉമ്മമാരെ ബഹുമാനിക്കുക അത് വേറെ സംഗതി. ഒക്കെ ബഹുമാനം ഇതിൽ വരുമ്പോൾ അപ്പോൾ ഉമ്മമാര് നല്ല ഉമ്മമാരാവുക, നല്ല ഉമ്മയിൽ നിന്നിട്ട് നല്ല സ്വഭാവങ്ങൾ കുട്ടികളിലേക്ക് പകർത്തപ്പെടണം. അതുകൊണ്ട് ഉമ്മ മാത്രം നന്നായാൽ മതി, എനിക്ക് ചെങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ബാപ്പാക്ക് എന്ത് തമ്മാഴിത്തരം ചെയ്യാന്നല്ല ഈ വാക്കിൻ്റെ അർത്ഥം. ഉമ്മനെ പ്രത്യേകം റസൂൽ പറഞ്ഞത് ഉമ്മൻ്റെ സ്വഭാവം, ഉമ്മൻ്റെ ഭാഷയൊക്കെയാണ് ഈ കാര്യം. ഇപ്പം നമ്മൾ ഇതിലൊക്കെ ഉണ്ട്, പല രാജ്യങ്ങളിൽ നിന്നും എൻ്റെ മക്കളൊക്കെ കൊടുത്ത പെണ്ണുങ്ങൾ അവരെ ഭാഷ ഒന്ന് വേറെ എന്നും അവർ ഈ കൊയിലാണ്ടി വരുമ്പോൾ ഭാഷ ഒന്ന് മാറായി. പൊന്നാണി ഭാഗത്ത് ഭാഷ, ഞങ്ങൾ മലപ്പുറത്ത് വേറെ ഭാഷ. എന്നാൽ ഈ കുട്ടികളെന്താവുന്ന പോലെ ഉമ്മാൻ്റെ ഭാഷയാണ് ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ എപ്പോഴും ഉമ്മമാരെ പിൻപറ്റി ഉമ്മമാരെ ഭാഷകളും സ്വഭാവങ്ങളൊക്കെയാണ് ഈ കാര്യം സ്വീകരിക്കുക. അപ്പോൾ റസൂൽ പറഞ്ഞു ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മമാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് കുട്ടി പോകണം, എന്നാൽ കുട്ടി സ്വർഗത്തിലെത്തുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഉമ്മമാർ നല്ല ഉമ്മമാരാവണം എന്നാ. അപ്പം ഉമ്മമാർ നല്ല ഉമ്മമാരാവണം, ഉപ്പമാർ നല്ല ഉപ്പമാരാവണം. ഉമ്മാനെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാപ്പാക്ക് എങ്ങനെ നടക്കാത്ത അർത്ഥത്തിലല്ല. അപ്പം ഉമ്മയും ബാപ്പി നന്നാവണം. ആ നല്ല സ്വഭാവങ്ങൾ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് നമ്മളെ മക്കൾ അവർ വളർന്നു വരുമ്പോൾ തന്നെ അവർ ഹൃദയത്തിൽ ആദ്യമായി നമ്മൾ കുത്തിവെക്കേണ്ട കുറേ സംഗതികളുണ്ട്. അതുകൊണ്ട് പഴയ കാലത്തൊക്കെ തന്നെ വല്യാപ്പാരും വല്യന്മാരൊക്കെ ഇരുന്ന് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കും. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കും, റസൂലുള്ളാഹിന്റെ ബാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കും, റസൂലുള്ളാഹി ജനിച്ച സ്ഥലത്തിനെ പറ്റി പറഞ്ഞതില്ലല്ലോ. അപ്പോൾ ആദ്യമായി ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ചില സംഗതികളുണ്ട്, അല്ലെങ്കിൽ കടത്തപ്പെടേണ്ട ചില സംഗതികളുണ്ട്. അത് ആദ്യമായി ഉണ്ടാവുന്ന അനുഭവത്തിൽ അങ്ങനെയല്ലേ. അൽ മർഅത്തു ലാ തൻസാ ഖാലിഖഹ വ ഇൻ തൻസാ ഖാലിഖഹ. ഒരു പമ്പർന്നോള് അവളുമായി ആദ്യമായി ബന്ധപ്പെട്ടവരെ ഓൾ മറക്കൂല. വ ഇൻ തൻസാ ഖാലിഖഹ, അള്ളാനെ മറന്നാലും ശരിയാണ്. അപ്പം ഈ ആദ്യമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ എപ്പോഴും നിലനിൽക്കും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ആദ്യമായി നമ്മൾ ഇന്ന സംഗതികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ശരീരത്തിനോട് എതിരല്ലാത്ത എല്ലാ പുതിയ ടെക്നോളജി ഉപയോഗിക്കുക.